മഴത്തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. രേവതിക്കുട്ടി മാമച്ചനോടും ഗ്രേസമ്മയോടും പറയുന്നുണ്ട്, ഷെറിൻ ചേച്ചിയുടെ പുനലൂരിലുള്ള വീട്ടുകാരുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം കൊടുത്താൽ അലീന ചേച്ചി വല്യപ്പച്ചനെ കൊണ്ട് അന്വേഷിപ്പിച്ചോളാമെന്ന്. അപ്പോൾ പെട്ടെന്ന് മാമച്ചൻ ചോദിക്കുകയാണ്, അയാളുടെ പേരെന്താണ്? ഔതക്കുട്ടിച്ചായൻ. ഔതക്കുട്ടിച്ചായനോ? മാമച്ചനൊന്ന് നെറ്റി ചൊളിച്ചു. അയാളുടെ വീട്ടുപേരെന്താണെന്നറിയുമോ? അയ്യോ, അത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. വേറെ ആരുടെയെങ്കിലും പേരറിയുമോ? ഒരൗസേപ്പച്ചൻ. പിന്നെ റോബിച്ചൻ എന്നോ മറ്റോ പറയുന്നതും കേട്ടു. ആ വല്യപ്പച്ചൻ്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു എന്ന് എനിക്കറിയാം, ചിന്നമ്മ. ചിന്നമ്മ. അത് കേട്ടപ്പോൾ ഗ്രേസമ്മ പെട്ടെന്ന് ആശ്ചര്യപ്പെട്ടു. എന്താ ആൻറ്റി? പെട്ടെന്ന് മാമച്ചൻ ഉദ്വേഗഭരിതനായി പറയുകയാണ്, നീ അലീനെ ഉടൻ തന്നെ വിളിച്ച് ചോദിക്ക്, കൊട്ടാരമറ്റത്തിൽ എന്നാണോ അവരുടെ വീട്ടുപേരെന്ന്. ഭക്ഷണം കഴിച്ചിട്ട് അലീനയെ വിളിച്ചാൽ മതിയെന്ന് ഗ്രേസമ്മ പറഞ്ഞിട്ടും രേവതിക്കുട്ടിക്ക് അത്രയും ക്ഷമയുണ്ടായിരുന്നില്ല. അവൾ അപ്പോൾ തന്നെ റൂമിൽ പോയി ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന സെൽഫോൺ എടുത്തുകൊണ്ട് വന്നു. തിരിച്ച് ഡൈനിങ് റൂമിൽ എത്തുന്നതിനിടയിൽ അവൾ അലീനയുമായി സംസാരിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് ഗ്രേസമ്മ അത്യാകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ്, അലീന എന്തു പറഞ്ഞു മോളെ? വീട്ടുപേര് കൊട്ടാരമറ്റത്തിൽ നിന്ന് തന്നെ ആൻറ്റി. മാമച്ചൻ അത് കേട്ട് ഒന്ന് ഞെട്ടി. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഉറപ്പാണല്ലോ? അതെന്നേ, കൊട്ടാരമറ്റത്തിൽ തന്നെയാണ്. അലീന ചേച്ചി ഇപ്പോൾ തന്നെ എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. മാമച്ചൻ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. ഗ്രേസമ്മയുടെ മുഖത്തുമുണ്ട് അമ്പരപ്പ്. അത് കണ്ടുകൊണ്ട് രേവതിക്കുട്ടി ചോദിക്കുകയാണ്, എന്തു പറ്റി രണ്ടുപേർക്കും? ഷെറിൻ ചേച്ചിയുടെ വീട്ടുകാർ തന്നെയാണോ ഈ ഔതക്കുട്ടിച്ചായനും കൂട്ടരും? അപ്പോൾ മാമച്ചൻ ആശ്ചര്യത്തോടു കൂടി പറയുകയാണ്, ഇപ്പോൾ അങ്ങനെയാണല്ലോ കാണുന്നത്. ഷെറിൻ്റെ വീട്ടുപേര് കൊട്ടാരമറ്റത്തിൽ, അപ്പൻ്റെ പേര് ഔതക്കുട്ടിച്ചായൻ, അമ്മയുടെ പേര് ചിന്നമ്മ. സഹോദരങ്ങളിൽ ആൽബർട്ടിനെ എനിക്കറിയാം, മൂത്തയാൾ ഔസേപ്പച്ചൻ. ഇപ്പോഴെനിക്ക് സ്റ്റാൻലി ജോസഫിനെയും ഓർമ്മ വരുന്നുണ്ട്. ഷെറിൻ്റെ മൂത്ത സഹോദരൻ മിലിറ്ററിയിലായിരുന്നുവെന്ന് ഷെറിൻ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പേര് മറന്നുപോയത് കൊണ്ടാ. അപ്പോൾ രേവതിക്കുട്ടി, അങ്കിളെ, അങ്ങനെയാണെങ്കിൽ നമ്മളന്ന് പുനലൂർ പോയില്ലേ? അത് ഈ ഔതക്കുട്ടിച്ചായൻ്റെ വീട്ടിലായിരുന്നോ? ആ, ആയിരിക്കണമല്ലോ. അതായത് അലീന ചേച്ചിയുടെ പപ്പയുടെ തറവാട്ടിൽ? അതെ. അന്ന് നമ്മൾ അവിടെ വെച്ച് കണ്ടത് അലീന ചേച്ചിയുടെ സ്വന്തക്കാരെ ആയിരുന്നോ? പിന്നല്ലാതെ മറ്റാരെയാണ്? ഈശ്വര, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഔതക്കുട്ടിച്ചായനെ അന്ന് കണ്ടിട്ടുണ്ടല്ലോ അങ്കിളെ. ശരിയാണ്, അന്ന് ഷെറിനെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ അവളുടെ അപ്പനും ഉണ്ടായിരുന്നു കൂടെ. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്കെന്തോ അബദ്ധം പറ്റിയതുപോലെ തോന്നുക. ഷെറിൻ ചേച്ചിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ടാവും ആൻറ്റി? ഇപ്പോൾ ഒരു 30 വയസ്സിൽ കൂടുതൽ ഉണ്ടാകുവാൻ വഴിയില്ല. അപ്പോൾ അലീന ചേച്ചിയുടെ വല്യപ്പച്ചനോ? ഒരു 75 കാണുമായിരിക്കും, അല്ലയോ മാമച്ചായ? കൂടി വന്നാൽ 77. ഏറ്റവും ഇളയ മോളല്ലായിരുന്നോ ഷെറിൻ? അവൾ ഉണ്ടായപ്പോഴേക്കും ബാക്കിയുള്ള മക്കളെല്ലാം ഒരുമാതിരി വലുതായി. എന്നാലും ഭയങ്കര അതിശയമായി പോയി കേട്ടോ. ശരിക്കും ഈ പറയുന്നതൊക്കെ ശരിയാണോ അങ്കിളെ? അതോ വേറൊരു കൊട്ടാരമറ്റവും വേറൊരു ഔതക്കുട്ടിച്ചായനും ഉണ്ടോ പുനലൂര്? മാമച്ചനും ഗ്രേസമ്മയും ആകെ ഉത്തേജിതരായിരിക്കുകയാണ്. അലീന ഷെറിൻ്റെ സഹോദരൻ്റെ മകളാണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ അനന്തമായ സാധ്യതകൾ തെളിയുന്നു. അലീനയ്ക്ക് പുനലൂരിലെ തറവാട്ടിലേക്ക് കടന്നു ചെല്ലാം. ഷെറിനുമായി സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചറിയുകയും ചെയ്യാം. അതുമാത്രവുമല്ല, അലീനയ്ക്ക് ഒരുപക്ഷെ ഷെറിൻ പ്രസവിച്ച കുഞ്ഞ് അപ്രത്യക്ഷമായ വഴികളിലൂടെ സഞ്ചരിച്ച് അതിനെ കണ്ടെത്തുവാനും കഴിഞ്ഞേക്കും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വീണ്ടെടുക്കണം. കാരണം അത് തങ്ങളുടെ മരിച്ചുപോയ മകൻ്റെ കുഞ്ഞാണ്. അവനും ഈ ഭൂമിയിൽ വസിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ജീവനുള്ള ഒരേ ഒരു അടയാളമാണത്. അനാഥയായ ഒരു പെൺകുട്ടിയെ മകളെപ്പോലെ സ്നേഹിച്ച് സംരക്ഷിക്കുന്നതിന് ദൈവം ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് പ്രതിഫലം തരുന്നത്. പക്ഷേ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ എന്ന് നിശ്ചയമില്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ അതിനെ വീണ്ടെടുക്കുവാൻ കഴിയുമോ എന്നും അറിയില്ല. വീണ്ടും മാമച്ചൻ രേവതിക്കുട്ടിയോട് പറയുകയാണ്, അലീനയെ നീ വിളിച്ചു പറയണം ഷെറിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അന്വേഷിക്കുവാൻ. അവൾക്കത് എളുപ്പമായിരിക്കും. എന്തായാലും ഔതക്കുട്ടിച്ചാൻ അറിയാതെ ആ കുഞ്ഞ് എവിടെയും മറഞ്ഞു പോകാൻ വഴിയില്ല. അലീനയോട് ഔതക്കുട്ടിച്ചാൻ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ. അപ്പോൾ ഗ്രേസമ്മ, നമ്മളെക്കുറിച്ച് അവരോട് പറയരുതെന്ന് അലീനയോട് പ്രത്യേകം പറഞ്ഞേക്കണം. തൽക്കാലം നമുക്ക് അവിടെ പോവുകയും വേണ്ട. ആർക്കും പ്രത്യേകിച്ചൊരു സംശയം തോന്നാത്ത വിധത്തിൽ അന്വേഷിച്ചാൽ മതി. ഞാൻ എന്തായാലും അലീന ചേച്ചിയോട് സംസാരിച്ച് ഒന്നുകൂടി കാര്യങ്ങൾ ഉറപ്പാക്കട്ടെ. ആ കൊട്ടാരമറ്റവും ഈ കൊട്ടാരമറ്റവും ഒന്നു തന്നെയാണോ എന്ന് അറിഞ്ഞിട്ട് മതി മനപ്പായസം ഉണ്ടെന്നതൊക്കെ. ഈ സംസാരങ്ങളെല്ലാം കേട്ടിട്ടും ബോബിക്കും സാന്ദ്രയ്ക്കും കാര്യമൊന്നും പിടികിട്ടിയില്ല. സാന്ദ്ര ചോദിച്ചപ്പോൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് ഗ്രേസമ്മ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. തുടർന്ന് കാണുന്നത് കുളത്തുപുഴയിലെ ബംഗ്ലാവാണ്. ഫോൺ അവിടെ റിങ് ചെയ്യുകയാണ്. 2 പ്രാവശ്യം ഫോൺ റിങ് ചെയ്തപ്പോഴേക്കും അലീന എടുത്തു. രേവതിക്കുട്ടിയുടെ കോളിന് വേണ്ടി അലീന കാത്തിരിക്കുകയായിരുന്നു. അല്പം മുൻപ് രേവതിക്കുട്ടി വിളിച്ച് സംസാരിച്ചതിൽ നിന്നും അവൾക്ക് ചിലതൊക്കെ ഊഹിക്കുവാൻ കഴിഞ്ഞിരുന്നു. ഫോൺ കാതിലേക്ക് വെക്കുമ്പോൾ രേവതിക്കുട്ടിയുടെ ശബ്ദം, അലീന ചേച്ചി, എടി ഞാൻ ഇവിടെ ഉണ്ട്. എന്തായി നിന്റെ ഇൻവെസ്റ്റിഗേഷൻ? ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞാൽ ചേച്ചി ഞെട്ടരുത്. എടി നീ വാചകമടിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അലീന ചേച്ചി,
ജോമോൻ ചേട്ടൻ സ്നേഹിച്ചിരുന്ന പെണ്ണ് ആരാണെന്ന് ചേച്ചിക്കറിയുമോ? ഷെറിൻ. ഈ ഷെറിൻ ആരാണെന്നറിയോ? ഇല്ല, അറിയില്ല. ആരാ ഷെറിൻ? ഷെറിൻ സാക്ഷാൽ കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടിച്ചായൻ്റെ ഇളയ മകൾ, അലീന ചേച്ചിയുടെ പപ്പയുടെ അനുജത്തി. അലീന അത്ഭുതം കൊണ്ട് മിണ്ടാനാവാതെ കണ്ണുമിഴിച്ചിരുന്നു പോയി. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം രേവതിക്കുട്ടി വീണ്ടും വിളിക്കുകയാണ്, അലീന ചേച്ചി. മോളെ, നീ ഈ പറഞ്ഞ സത്യമാണോ? അയ്യോ, ഞാനിനി ആണയിട്ട് പറഞ്ഞാലേ വിശ്വസിക്കുള്ളൂ. ശരിക്കും അന്വേഷിച്ചിട്ട് തന്നെയാണോ മോളെ നീ ഈ പറയുന്നത്? പിന്നെ അല്ലാതെ. മാമച്ചനങ്കിളിനും ആൻറ്റിക്കും അറിയാലോ ഷെറിൻ ചേച്ചിയുടെ വീട്ടുകാരെക്കുറിച്ച്. കുറേ വിവരങ്ങളൊക്കെ അവർ പറഞ്ഞു. അത് വെച്ച് ഞാൻ നോക്കിയപ്പോൾ സംഗതി ശരിയാ. അല്ലെങ്കിൽ അലീന ചേച്ചി ഔതക്കുട്ടിച്ചായനോടൊന്ന് ചോദിച്ചു നോക്ക്. ഏയ് മോളെ, നിൽക്ക്. ആദ്യം എനിക്കിതെല്ലാം ഒന്ന് ബോധ്യമാവട്ടെ. നീ എല്ലാം വിശദമായിട്ട് ഒന്നുകൂടെ ഒന്ന് ആദ്യം മുതൽ പറഞ്ഞേ. വിശ്വാസം ആവണില്ല അല്ലേ? ആദ്യം എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. രേവതിക്കുട്ടി ഷെറിൻ്റെ പപ്പയുടെ പേര് ഔതക്കുട്ടിച്ചായൻ എന്ന് തന്നെയാണെന്നും അമ്മയുടെ പേര് ചിന്നമ്മയാണെന്നും ആവർത്തിച്ചു പറഞ്ഞു. ഷെറിൻ്റെ സഹോദരന്മാരുടെ പേര് കൂടി കേട്ടതോടെ അലീനയ്ക്ക് തീർച്ചയായും ഇതുതന്നെയാണ് സംഗതി. അടുത്തതായി കാണുന്ന കാഴ്ച തോട്ടത്തിൽ നിന്നും ജീപ്പിൽ വീട്ടിലേക്ക് ഔതക്കുട്ടിച്ചായനും സ്റ്റാൻലിയും കൂടി മടങ്ങി വരുന്നതാണ്. യാത്രക്കിടയിൽ ഔതക്കുട്ടിച്ചായൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, നീ ആഫീസിലോട്ട് വരുമ്പോൾ അവളെ കൂടെ കൂട്ടിക്കൊണ്ടുവരണം. ഇതിൻ്റെ നടത്തിപ്പൊക്കെ അവളും കൂടെ കണ്ടുപഠിക്കട്ടെ. സ്റ്റാൻലി താൻ പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞു പോരുമ്പോൾ കരസ്ഥമാക്കിയ മിലിറ്ററി ജീപ്പ് അത് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഔതക്കുട്ടിച്ചായൻ്റെ നേർക്ക് നെറ്റി ചുളിച്ചൊന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്നാ ചെയ്യാനാ? എടാ, നിനക്ക് വല്ല വയ്യായികയോ മറ്റോ വരുമ്പോൾ അവൾ വേണ്ടേ ഇതൊക്കെ നോക്കി നടത്താൻ? അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. 1 വർഷത്തിനുള്ളിൽ ഞാൻ അവളുടെ കല്യാണം നടത്തും. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാ. അതിനിടയ്ക്ക് ഇവിടുത്തെ റബ്ബർ തോട്ടം ഭരിക്കാൻ പഠിക്കേണ്ട കാര്യം എന്താ? നീ എന്താ ഇപ്പം പറഞ്ഞേ? 1 കൊല്ലത്തിനകത്ത് കല്യാണം നടത്തുമെന്നോ? പുര നിറഞ്ഞു നിൽക്കുമൊന്നും അല്ലല്ലോ അവൾ. വയസ്സ് 24 ആയിട്ടുള്ളൂ. എന്തിനാ പച്ച വെച്ച് താമസിപ്പിക്കുന്നത്? അവൾ പഠിക്കുന്നില്ല, ജോലി കിട്ടാൻ കാത്തിരിക്കുന്നില്ല. അവൾക്കുള്ള സ്ത്രീധനത്തുക സംഘടിപ്പിക്കുവാനും കാലതാമസം വേണ്ട. പിന്നെ ആർക്കു വേണ്ടി ആ സമയം പാഴാക്കുന്നത്? 24 വയസ്സ് കല്യാണപ്രായം തന്നെയാണ്. എടാ, എന്നാലും 1 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നങ്ങ് പോകും. അവൾക്ക് നമ്മുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഇതുവരെ. അപ്പച്ചൻ എന്നാക്കേ പറയുന്നത്? ആരുടെ കൊതി തീർന്നിട്ടില്ലെന്നാ? അലീനയുടേതോ അതോ അപ്പച്ചൻ്റെയോ? ലാലിച്ച, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ എന്തൊക്കെ പറഞ്ഞാലും 1 കൊല്ലത്തിനകത്ത് അവളെ കെട്ടിച്ചു വിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആഹാ, അത് ശരി. എൻ്റെ മോളുടെ കല്യാണം നടത്താൻ അപ്പച്ചൻ്റെ സമ്മതം ആർക്ക് വേണോ അപ്പച്ച? അവളുടെ സമ്മതം വേണമല്ലോ. ഞാൻ അവളോട് പറയും 2 കൊല്ലം കഴിയാതെ കല്യാണത്തിന് സമ്മതം മൂളരുതെന്ന്. നിനക്ക് പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടെന്ന് അവൾക്ക് ഇപ്പോഴേ നന്നായിട്ടറിയാം. അതുകൊണ്ട് അവൾ ഞാൻ പറയുന്നതേ കേൾക്കത്തുള്ളടാ. സ്റ്റാൻലിക്ക് ആകെ ദേഷ്യമായി. സ്റ്റാൻലി പറയുകയാണ്, അപ്പച്ചനെ ഇന്ന് തന്നെ പുനലൂർക്ക് വിട്ടോ. ഞാൻ ബൈജുനോട് പറഞ്ഞേക്കാം അപ്പച്ചനെ കൊണ്ടുവിടാൻ. ഇനി ഇവിടെ നിൽക്കണ്ട. അല്ലെങ്കിലും എനിക്കല്ല അപ്പച്ചനെ സംരക്ഷിക്കാനുള്ള ചുമതല. ഇളയ മോനൊരുത്തനുണ്ടല്ലോ, റോബിച്ചൻ. അവൻ്റെ കടമയൊന്നും ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് ഔതക്കുട്ടിച്ചായൻ, വണ്ടി നിർത്തിക്കേ. എന്തിന്? വണ്ടി നിർത്താനല്ലേടാ പറഞ്ഞത്? സ്റ്റാൻലി മെല്ലെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി. ഔതക്കുട്ടിച്ചായൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി. എന്നിട്ട് സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കി പറയുകയാ, നീ ആരാന്നാടാ നിന്റെ വിചാരം? നീ എന്നാടാ വലിയ കേണലായത്? എൻ്റെ മടി കിടന്ന് അപ്പിയിടുകയും മൂത്രമൊഴിക്കുകയും ചെയ്തവനല്ലേടാ നീ. എന്നിട്ട് അവൻ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നു. ഇത്രയും പറഞ്ഞിട്ട് ഔതക്കുട്ടിച്ചായൻ കാലുകൾ നീട്ടിവെച്ച് നടപ്പങ്ങ് തുടങ്ങി. അല്പനേരം അനങ്ങാതിരുന്നിട്ട് സ്റ്റാൻലി മെല്ലെ ജീപ്പ് ഉരുട്ടി ഔതക്കുട്ടിച്ചായൻ്റെ ഒപ്പമെത്തി. എന്നിട്ട് പറയുകയാ, അപ്പച്ച വണ്ടിയിലോട്ട് കയറിക്കേ. നിനക്ക് എന്നാടാ ഈ വണ്ടിയും കിട്ടിയൊക്കെ ഉണ്ടായത്? അതൊന്നും ഇല്ലാത്ത കാലത്ത് നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിച്ചവനായി ഔതക്കുട്ടി. അപ്പോൾ അപ്പച്ചൻ കയറുന്നില്ലേ? ഇല്ല, നീ നിന്റെ പാട്ടിന് പോ. അത് കേട്ടതും സ്റ്റാൻലി ജീപ്പ് ഓടിച്ചങ്ങ് പോയി. റബ്ബർ തോട്ടത്തിലൂടെ വളവ് തിരിവുകൾ നിറഞ്ഞ ഇറക്കമാണ്. വളവുകൾക്കപ്പുറം ജീപ്പ് മറയുന്നതും നോക്കി ഔതക്കുട്ടിച്ചായൻ നടന്നു. ഏകദേശം 1 കിലോമീറ്ററോളം നടന്ന് തോടിനു മീതെയുള്ള പാലത്തിലെത്തിയപ്പോൾ ജീപ്പ് അവിടെ നിർത്തിയിരിക്കുന്നത് കണ്ടു. സ്റ്റാൻലി ബോണറ്റിൽ ചാരി നിന്നുകൊണ്ട് ചുരുട്ട് വലിക്കുകയാണ്. ജീപ്പിനെ കടന്നു പോകുവാൻ ഭാവിച്ച ഔതക്കുട്ടിച്ചായനോട് സ്റ്റാൻലി ചോദിച്ചു, പുനലൂര് വരെ നടക്കാനാണോ പ്ലാൻ? അത് ഞാൻ തീരുമാനിച്ചില്ല. എന്നാ ജീപ്പിലോട്ട് കയറ്. വിസമ്മത ഭാവത്തിൽ ഔതക്കുട്ടിച്ചായൻ അവിടെ നിൽക്കുകയാണ്. ദേ, രണ്ടാമത് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഔതക്കുട്ടിച്ചായൻ പിണങ്ങിയ കുട്ടിയുടെ മുഖഭാവവും കാണിച്ചുകൊണ്ട് ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരുന്നു. സ്റ്റാൻലിയും വണ്ടിയിൽ കയറി. ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്നതിനിടയിൽ സ്റ്റാൻലി പറയുകയാണ്, അലീനയുടെ അപ്പൻ എന്ന നിലയിൽ എനിക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അപ്പച്ചൻ ദയവ് ചെയ്ത് അതിൽ കൈ കടത്തരുത്. ആഹാ, അങ്ങനെയാണെങ്കിൽ അതുപോലൊരു അവകാശം നിന്റെ കാര്യത്തിൽ എനിക്കുമുണ്ട്. നിന്റെ അപ്പനല്ലേടാ ഞാൻ. അപ്പച്ച, അവളുടെ വിവാഹകാര്യമൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കും. അതിനിടയ്ക്ക് അപ്പച്ചൻ കയറി പാര വെക്കരുത്. ഞാനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അവൾ സമ്മതിച്ചില്ലെങ്കിൽ നീ എന്തു ചെയ്യും? സമ്മതിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അത്ര നല്ലൊരു ഭർത്താവിനെ മാത്രമേ ഞാൻ അവൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കൂ. ലാലിച്ച, അവൾക്ക് അവളുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ
അപ്പച്ചനൊന്ന് തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കഴിഞ്ഞൊരു ദിവസം ഒരു പയ്യൻ അവളെ കാണാൻ വന്നിരുന്നില്ലേ? അവർ തമ്മിൽ ഇഷ്ടമാണെന്നാ എൻ്റെ അറിവ്. അത് ശരി, അപ്പച്ചൻ എങ്ങനെ മനസ്സിലായി അവർക്ക് തമ്മിൽ ഇഷ്ടമാണെന്ന്? ആ, അവൻ അവളോട് വലിയ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാനുള്ള ആലോചനയുമുണ്ട്. ആഹാ, അലീനയ്ക്കോ? ഞാൻ അവളോട് ചോദിച്ചു, അവൾക്കും ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. സ്റ്റാൻലി അത് കേട്ട് അല്പനിമിഷം മൗനമായിരുന്നു പോയി. ചിന്തയുടെ അവസാനം സ്റ്റാൻലി പറയുകയാണ്, ആ സാരമില്ല, ആരും അവളെ ഇഷ്ടപ്പെടും. തിരിച്ചും ഒരിഷ്ടം തോന്നിയേക്കാം. ഈ പ്രായത്തിൽ അതൊക്കെ സ്വാഭാവികമാണ്. ലാലിച്ച, നീ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ. അവളുടെ മനസ്സിൽ അവന് വലിയ സ്ഥാനമുണ്ട്. അവനെ വലിയ കാര്യം അവൾക്ക്. അവൾ ആ പാലാ വീട്ടിലെ ജോലിക്കാരിയായി നിന്ന സമയത്ത് അവൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓ, അത്രേ ഉള്ളോ? പകരം അവനും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുത്തേക്കാം. അങ്ങനെയല്ല ലാലിച്ച, സമ്പത്ത് കാലത്ത് സഹായിച്ചവരെ ചിലപ്പോൾ മറന്നുപോയെന്നിരിക്കും, പക്ഷേ ഒരാപത്ത് കാലത്ത് സഹായിച്ചവരെ മറക്കാൻ മനസാക്ഷിയുള്ളവർക്ക് പറ്റത്തില്ല. അതിൻ്റെ വില മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരുത്തുമില്ല. അവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് അപ്പച്ചനോട് അവൾ പറഞ്ഞു. അത്രയൊന്നും അവൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ കല്യാണം കഴിക്കേണ്ട സമയം വരുമ്പോൾ അവനായിരിക്കും അവളുടെ മുൻപിൽ. നമുക്കത് പറ്റില്ലെന്ന് അപ്പച്ചൻ അവളോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു അവളോട്, നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമുക്കിങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ എന്തു പറഞ്ഞു? ആ, അതാണ് രസം, ഞാനും നീയും ഒന്നും ക്രിസ്ത്യാനികളെ അല്ലെന്നാണ് അവളുടെ അഭിപ്രായം. അത് കേട്ടുകൊണ്ട് സ്റ്റാൻലി പറയുകയാണ്, അവൾക്കെന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്. അപ്പച്ചൻ അങ്ങനെ തോന്നുന്നില്ലേ? ഒരു ദിവസം അവൾ എന്നോട് തർക്കത്തിന് വന്നു. ഞാൻ ഈ തോട്ടിൽ ചെക്ക് ഡാം പണിഞ്ഞത് ശരിയായില്ല, തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നില്ല. ഇതൊക്കെ അവളുടെ ആരോപണങ്ങളാണ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതെല്ലാം അങ്ങനെ വല്ലവർക്കും വാരി കൊടുക്കുവാൻ പറ്റുമോ? അവൾ ഏത് ലോകത്തായി ജീവിക്കുന്നത്? നീ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അവൾ ഒരു അനാഥാലയത്തിൽ വളർന്നതിൻ്റെ കുഴപ്പമോ ഇതൊക്കെ? ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കണ്ടും കേട്ടും അനുഭവിച്ചുമല്ലേ അവൾ വളർന്നത്. അപ്പച്ച അതൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പോൾ സുഖമല്ലേ അവൾക്ക്? ഇനി എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്? അത് വിട്ടേക്കണം. ശരിയാണ്, പക്ഷേ അവൾ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നും അവൾ പറയുന്നതെല്ലാം ശരിയാണെന്ന്. ഒരു മറുപടിയും തിരിച്ച് നമുക്ക് പറയാനാവില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഞാൻ ഈ പറയുന്ന സംഗതി ശരിയാണെന്ന് നിനക്കും അറിയാം. അവളെ പരാജയപ്പെടുത്താൻ പറ്റില്ലടാ. ദേഷ്യം കൊണ്ടോ ഗർവ് കൊണ്ടോ ഉഗ്രശാസന കൊണ്ടോ ഒന്നും അവളെ നിശബ്ദയാക്കാൻ ആർക്കും പറ്റില്ല. പക്ഷെ അവളുടെ കല്യാണക്കാര്യത്തിൽ ഞാൻ തന്നെ തീരുമാനം എടുക്കുമോ പച്ച? പാലാക്കാരനുമായിട്ടുള്ള ബന്ധം എന്തായാലും ഞാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ചും ആ കുടുംബത്തിൽ നിന്ന്. അതിനെതിരെ ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും. അപ്പച്ചന് പറ്റുമെങ്കിൽ പലപ്പോഴായിട്ടും നയത്തിൽ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കവളെ. പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. അതിന് ഔതക്കുട്ടിച്ചായൻ, ആ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാം. ജീപ്പ് ബംഗ്ലാവിലെത്തി. അലീന ആൻഡപ്പനുമായി സംസാരിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. ഊണ് കഴിക്കേണ്ടുന്ന സമയമായിരുന്നതിനാൽ അവൾ തിടുക്കത്തിൽ കിച്ചണിലേക്ക് പോയി. ഊണിന് ശേഷം ഔതക്കുട്ടിച്ചായൻ പത്രം മറിച്ചു നോക്കിക്കൊണ്ട് ഉച്ചമയക്കത്തിന് കാത്തു കിടക്കുമ്പോൾ അലീന മുറിയിലേക്ക് കയറി ചെന്നു. വലിയപ്പച്ചൻ ഉറക്കം വരുന്നില്ലെങ്കിൽ നമുക്ക് വർത്തമാനം പറയാം. ഉറക്കം വരുമ്പോൾ അങ്ങ് നിർത്താം. വർത്തമാനം പറയാൻ ഒരാളുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരുമോ മോളെ? നല്ല കളിയായി. ചുമ്മാ ഇരുന്ന് മടുക്കുമ്പോഴാണ് ഒന്ന് ഉറങ്ങുന്നത്. ഔതക്കുട്ടിച്ചായൻ പെട്ടെന്ന് ഉത്സാഹത്തോടങ്ങ് എഴുന്നേറ്റിരുന്നു. വല്യപ്പച്ചൻ എന്നാ എന്നെ പുനലൂർക്ക് കൊണ്ടുപോകുന്നത്? വല്യപ്പച്ചൻ്റെ തറവാട്ടിൽ. അതിന് നിന്റെ അപ്പൻ സമ്മതിക്കണ്ടേ? അവൻ പിടിക്കുന്ന മുയലിന് 3ഉം 4ഉം കൊമ്പൊക്കെയാ. പപ്പയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. നീ വല്യപ്പച്ചൻ റെഡിയാണോ? അത് പിന്നെ മോളെ, വേറൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ കാര്യത്തിൽ എൻ്റെ മക്കളെല്ലാം ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുക. ലാലിച്ചനെ പേടിച്ചിട്ടാ അവരിവിടെ വന്ന് നിന്നെ ഹിംസിക്കാത്തത്. അവനോടുള്ള ദേഷ്യമെല്ലാം കൂടെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അടുത്താണ് അവർ തീർക്കുന്നത്. ഞാൻ നിന്നെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അയ്യോ, അവരെല്ലാം കൂടി എന്നെ കൊല്ലുവോ? അങ്ങനെയൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ട് വേണം നിന്റെ ദേഹത്ത് തൊടാൻ. ശരി, അവര് ഞാൻ അവിടേക്ക് വന്നാൽ എന്നെ എന്തു ചെയ്യുമെന്നാണ് വല്യപ്പച്ചന് തോന്നുന്നത്? അങ്ങനെ ചോദിച്ചാൽ വീട്ടിൽ കയറ്റാൻ ചിലപ്പോൾ സമ്മതിച്ചില്ലെങ്കിലോ? വല്യപ്പച്ചൻ്റെ വീടല്ലേ? വല്യപ്പച്ചൻ അവിടുത്തെ കടുവയല്ലായിരുന്നോ? അതൊക്കെ പണ്ട്. ഇപ്പൊ സ്വത്തെല്ലാം വീതം വെച്ച് മക്കൾക്ക് കൊടുത്തില്ലേ? വീട് എൻ്റെ പേരിലാണെങ്കിലും ഭരണമൊക്കെ റോബിച്ചനും ഭാര്യയും കൂടിയാ. എന്നാലും വല്യപ്പച്ചൻ ഒരു പിടിപാടില്ലേ വല്യപ്പച്ച? ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അതങ്ങനെ ഒരു ഇടപാടാ. നമ്മൾ അധികാരം വിട്ടുകൊടുത്താൽ പിന്നെ നമ്മുടെ വാക്കിന് ഒരു വിലയും ഉണ്ടാവില്ല. അതെന്തിനാ വല്യപ്പച്ചൻ ഈ അധികാരമൊക്കെ അങ്ങ് വിട്ടുകൊടുത്തത്? അവർക്കും ഭരിക്കണ്ടേ മോളെ? ഞാൻ ഏതാണ്ട് 45 കൊല്ലത്തോളം എല്ലാം കൈവശം വെച്ച് ഭരിച്ചു. ഒരു 25 കൊല്ലമെങ്കിലും അവർക്കും കിട്ടണ്ടേ? എൻ്റെ മക്കളല്ലേ അവരും. മോളെ, ഈ പുരുഷന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിനെ 4ആയിട്ട് തിരിക്കാം. കുതിര, കഴുത, പട്ടി, മൂങ്ങ. അതെന്താ വല്യപ്പച്ച? അതൊന്ന് വിസ്തരിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അലീനയ്ക്ക് ഉത്സാഹമായി. ഈ കുതിരയെന്ന് പറഞ്ഞാൽ കുതിച്ചു ചാടി മറിഞ്ഞ് മതിച്ചു വളരുന്ന കാലവാ, കല്യാണം വരെ.
കല്യാണം കഴിഞ്ഞാൽ പിന്നെ കഴുതയാ. വീടുണ്ടാക്കണം, മക്കളെ പഠിപ്പിച്ച് വളർത്തണം, അവർക്ക് വേണ്ടി വല്ലതൊക്കെ സമ്പാദിക്കണം. കഴുതയെപ്പോലെ പണിയെടുക്കുക. മക്കളെ പഠിപ്പിച്ച് കല്യാണം കഴിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ പട്ടിയാ. മക്കൾ കുടുംബം ഭരിക്കുന്നു, പോകുന്നു, വരുന്നു, അവരുടെ മക്കളെ വളർത്തുന്നു. നമ്മളോ വീട്ടുകാവലിന് ഒരു പട്ടിയെ പോലെ, വല്ലപ്പോഴും ചന്തയ്ക്ക് പോകാനും വരാനുമൊക്കെ. അതും കഴിഞ്ഞാൽ പിന്നെ മൂങ്ങ. ഈട് തീർന്നു. ഒരിടുങ്ങിയ മുറിയും ഒരു പാളി ജനലും ഒരു പഴയ കട്ടിലും. എഴുന്നേൽക്കാനാണെങ്കിൽ ആരെങ്കിലും ഒന്ന് പിടിക്കണം. പാതി ഇരുട്ടത്തങ്ങനെ ഒറ്റയ്ക്കൊരു കിടപ്പ. ഇടയ്ക്കിടയ്ക്ക് മക്കളോ ബന്ധുക്കളോ ഒക്കെ സന്ദർശിക്കാൻ വരും. എന്നിട്ട് ചോദിക്കും, സുഖമാണോ വല്യപ്പച്ചാന്ന്? അപ്പം നമ്മൾ മൂളും, സുഖമാന്ന്. വല്യപ്പച്ചൻ എന്നെ ഓർക്കുന്നുണ്ടോ? അപ്പോഴും നമ്മൾ മൂളും. അങ്ങനെ മൂളി മൂളി ആ ജീവിതത്തിൻ്റെ പേരാണ് മൂങ്ങയുടെ ജീവിതം. പെട്ടെന്ന് അലീന, അയ്യോ കഷ്ടം. അല്ല, വല്യപ്പച്ചൻ ഇപ്പം ഈ പറഞ്ഞതിൽ ഏതവസ്ഥയിലാ? സംശയമുണ്ടോ? പട്ടിയുടെ അവസ്ഥയിലാണ്. ഷേ, വല്യപ്പച്ചന് വിഷമമുണ്ടോ? അലീന അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് മ്ലാനതയുണ്ടായിരുന്നു. അവതക്കുട്ടിച്ചായൻ പുഞ്ചിരിച്ചു. എന്തിനാ വിഷമിക്കുന്നേ? ഞാനല്ലല്ലോ ആദ്യത്തെ പട്ടി, അവസാനത്തെ പട്ടിയും ഞാനല്ല. എല്ലാവരും ഈ വഴിയിൽ കൂടി കടന്നുപോയേ പറ്റൂ. അലീന ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. വല്യപ്പച്ചൻ്റെ മക്കൾ ആരൊക്കെയാ? എവിടെയൊക്കെയാ? എന്നോടെല്ലാം ഒന്ന് വിസ്തരിച്ചു പറയാമോ? ആ, അതൊക്കെ ഇപ്പം അറിഞ്ഞിട്ട് എന്നാ എടുക്കാനാ? അല്ല, എൻ്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടെന്ന് എനിക്കും ഒന്ന് അറിയണ്ടേ? ആ, അങ്ങനെയാണോ? എന്നാ ശരി, പറഞ്ഞേക്കാം. ഔതക്കുട്ടിച്ചായൻ തൻ്റെ മക്കളെപ്പറ്റി അലീനയോട് പറഞ്ഞു തുടങ്ങി. 4 ആൺമക്കൾ, 2 പെൺമക്കൾ. ആൺമക്കളുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, അവരുടെ താമസ സ്ഥലങ്ങൾ, ജീവിത നിലവാരം എല്ലാം വിശദമായി അലീന ചോദിച്ചറിഞ്ഞു. പെൺമക്കളിൽ മൂത്തവൾ കന്യാസ്ത്രീയാകാൻ പോയി. സിസ്റ്റർ മരിയ റോസ്. ലില്ലിക്കുട്ടി എന്നാ ശരിക്കുമുള്ള പേര്. ഇപ്പോൾ അങ്ങ് വടക്ക, ബംഗാളിൻ്റെയൊക്കെ വടക്ക്. സ്ഥലപ്പേരെന്തോന്നാന്നോ ഞാനങ്ങ് മറന്നു. പിന്നെ അതിനിളയവള്, അവളെ കെട്ടിച്ചു. ഒരു ഗൾഫുകാരനാ കെട്ടിയത്. ആ മോളുടെ പേരെന്താ വല്യപ്പച്ച? ഷെറിൻ. റാണിമോളെന്നാ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. വലിയ പഠിത്തക്കാരിയാ. ഡിഗ്രിയും ഡിപ്ലോമയും ഒക്കെ ഉണ്ടായിരുന്നതാ. ദേഹത്തുടനീളം ഒരു തരിപ്പ് പടരുന്നത് അലീന അറിഞ്ഞു. ഒരു മഹാരഹസ്യത്തിൻ്റെ താക്കോൽ കണ്ടെത്തുമ്പോഴത്തെ ആത്മഹർഷമാണത്. വീണ്ടും അലീനയുടെ ചോദ്യം, ഈ ഷെറിൻ ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേരെന്താണ്? അവൻ്റെ പേര് ടോണി എന്നാ. മാമച്ചനങ്ങളും ആൻറ്റിയും താനും രേവതിക്കുട്ടിയും കൂടി മൂവാറ്റുപുഴയിൽ പോയി ടോണിയെ കണ്ടത് അലീനയുടെ ഓർമ്മയിലെത്തി. അലീന ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുകയാണ്, അവരിപ്പോൾ എവിടെയാ വല്യപ്പച്ച? അതിന് മറുപടിയായി ഔതക്കുട്ടിച്ചായൻ എങ്ങും തൊടാതെ പറയുകയാണ്, അവരിങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുന്നു. ഷെറിൻ ചേച്ചി ഇപ്പോൾ എവിടെയുണ്ട്? ഗൾഫിലാണോ അതോ നാട്ടിലാണോ? നിനക്കവൾ ചേച്ചി അല്ല മോളെ, ഇളയമ്മയായിട്ട് വരും. അവളിപ്പോൾ വീട്ടിലുണ്ട്. അവന് മാത്രമേ ഉള്ളൂ ജോലി. ഏത് വീട്ടിൽ? ഭർത്താവിൻ്റെ വീട്ടിലാണോ അതോ നമ്മുടെ വീട്ടിലോ? ആ, പുനലൂരുണ്ട്. അവൻ അവധിക്ക് വരുമ്പോഴേ അവൾ മൂവാറ്റുപുഴയ്ക്ക് പോകത്തുള്ളൂ. അങ്ങനെയാ പതിവ്. വല്യപ്പച്ച, ഇത്രയൊക്കെ പഠിച്ച ഷെറിനാൻറ്റിക്ക് കൂടി ഗൾഫിൽ ജോലി കിട്ടില്ലായിരുന്നോ? അതിനുവേണ്ടി ശ്രമിച്ചതൊക്കെയാ. പക്ഷെ അവൾക്ക് ജോലിക്ക് പോകുവാൻ താല്പര്യമില്ലാത്തതുപോലെയാ. അവനും ഉത്സാഹമില്ലെന്നങ്ങ് കരുതിക്കൂ. വല്യപ്പച്ച, ഈ ഷെറിനാൻറ്റിയുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ 3.5 വർഷമായി. എത്ര കുട്ടികളുണ്ട്? 1 2? അത് പിന്നെ മക്കളൊന്നും ആയിട്ടില്ല. ആര് പറഞ്ഞു മക്കളുണ്ടായെന്ന്? വല്യപ്പച്ചൻ കള്ളം പറയുമ്പോൾ ശബ്ദത്തിന് വേണ്ടത്ര ബലമില്ലെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അതെന്താ മക്കളില്ലാത്തേ? ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താമല്ലോ. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ട അനാഥ പിള്ളേരെ ഒന്നും ദത്തെടുത്ത് വളർത്തേണ്ട ഗതികേട് അവർക്കില്ല കുഞ്ഞേ. അത്രയും കേട്ടപ്പോഴേക്കും അലീനയുടെ മുഖമൊന്ന് വാടി. അലീന പറയുകയാണ്, വല്യപ്പച്ചൻ അനാഥ കുഞ്ഞുങ്ങളെ വില കുറച്ച് കാണരുത്. ഞാനും ഒരിക്കൽ ഒരു അനാഥ കുഞ്ഞായിരുന്നു. 23 വർഷം അവിടുത്തെ ചോറുണ്ട് വളർന്നവളാ. അനാഥ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല വല്യപ്പച്ച. ഓരോ അനാഥ കുഞ്ഞിൻ്റെയും ജനനത്തിൻ്റെ പിൻപിൽ ആരുടെയൊക്കെയോ ചതിയുണ്ട്, വഞ്ചനയുണ്ട്, ക്രൂരതയുണ്ട്. അവരുടെ കാണാമറയത്ത് അവരെ പ്രസവിച്ച അമ്മമാരുടെ കരച്ചിലുണ്ട്. അത്രയും കേട്ടപ്പോഴേക്കും ഔതക്കുട്ടിച്ചായൻ ഒന്ന് ചൂളിപ്പോയി. ഓർക്കാതെയാണെങ്കിലും താൻ അനാഥ കുട്ടികളെപ്പറ്റി തരം താഴ്ത്തി പറഞ്ഞത് അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. അയാൾക്ക് വല്ലായ്മ തോന്നി. അവളുടെ മുഖത്ത് നോക്കാൻ കൂടി മടിച്ച് അയാൾ വിഷണ്ണനായി അങ്ങനെയിരുന്നു. അലീന വല്യപ്പച്ചൻ്റെ കരം ഗ്രസിച്ചു. സാരമില്ല വല്യപ്പച്ച. വല്യപ്പച്ചൻ ഞാൻ പറഞ്ഞതോർത്ത് വിഷമിക്കണ്ട. വല്യപ്പച്ചൻ ഒരിക്കൽ എന്നെ പുനലൂർക്ക് കൊണ്ടുപോകണം. എനിക്കെല്ലാവരെയും കാണണം, പ്രത്യേകിച്ച് ഷെറിനാൻറ്റിയെ. എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. എനിക്കൊരു കൂട്ടാവുമല്ലോ. പെട്ടെന്ന് ഔതക്കുട്ടിച്ചായൻ, എനിക്ക് ഉറക്കം വരുന്നു മോളെ, ഞാനൊന്ന് കിടക്കട്ടെ. ഇത് പറഞ്ഞിട്ട് അയാൾ മെത്തയിലേക്ക് ചാഞ്ഞു. അപ്പോൾ അലീന, പപ്പയോട് ചോദിച്ച് ഞാൻ സമ്മതം വാങ്ങി വെക്കും കേട്ടോ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ ഒരുമിച്ച് പുനലൂർക്ക് പോകും. അലീന തീരുമാനമെടുത്ത് കഴിഞ്ഞുവെന്ന് അയാൾക്കും മനസ്സിലായി.
മഴത്തോരും മുൻപേ എന്ന പരമ്പര വേഗത്തിൽ അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്നത് പോലെ തോന്നിക്കുന്ന ഉദ്വേഗജനകമായ നിമിഷങ്ങളാണ് ഇനി പിറവിയെടുക്കുവാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.